ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെ സുഖത്തിനും അതുപോലെ ആയുരാരോഗ്യ സൗഖ്യത്തിനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ നോർത്ത് ഇന്ത്യൻ സ്കൂളിലെ ഒരു ടീച്ചറിൻ്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ടീച്ചറിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഒരു 26 അത്ര ഏജൊക്കെ അപ്പോൾ ആ കുട്ടിക്കുണ്ട്. അങ്ങനെ നല്ല ഫ്രണ്ട്സായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഏജിൽ നമ്മളെക്കാൾ ഒരുപാട് താഴെയാണ് ആ കുട്ടി. അപ്പോൾ വിവാഹം ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ തന്നെ ഈ ഞാൻ പറയുന്ന ഈ പെൺകുട്ടി ഒരു പഞ്ചാബിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, പഞ്ചാബി എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. അവർ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന രീതികളല്ല അവർ കുറേയൊക്കെ ചെയ്യുന്നത്. ഗുരുദ്വാര അവിടെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, മാരേജ് ആയാലും എന്ത് കാര്യങ്ങളായാലും. അപ്പോൾ ഇത് ഒരച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ്. ഭയങ്കര സ്നേഹമായിട്ട് വളർത്തിയ ഒരു മകളാണ്. പിന്നെ 2 ആങ്ങളമാരുമാണുള്ളത്. ഫിനാൻഷ്യലിയൊക്കെ കുഴപ്പമില്ലാത്ത ഫാമിലിയുമാണ്. അപ്പോൾ അവർ പഞ്ചാബിലുള്ളതൊക്കെ പഞ്ചാബിൽ നിന്ന് ഇവിടെ വന്ന് ബോംബെയിൽ വന്ന് സെറ്റിൽ ചെയ്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ബോംബെയിൽ ഖാർഗർ എന്ന് പറയുന്ന സ്ഥലം, ന്യൂ ബോംബെയിൽ, അവിടെയാണ് അവർ താമസിക്കുന്നത്. പ്രൈവസി മാനിച്ചുകൊണ്ട് പേരുകൾ ഞാനിവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ എല്ലാവരോടും വയസ്സ് നോക്കാതെ തന്നെ മാരീഡായിട്ടുള്ള ടീച്ചേഴ്സാണല്ലോ അവിടെ കൂടുതലുണ്ടായിരുന്നത്. 1-2 പേരേ ഉള്ളൂ അൺമാരീഡ് ആയിട്ടുണ്ടായിരുന്നത്. അതിലൊരാളാണ് ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടി. അങ്ങനെ കാണാനും തിരക്കേടില്ല, നല്ല ബോൾഡാണ്. അങ്ങനെ എപ്പോഴും അവിടെ വേറൊരു പഞ്ചാബി ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചർ ജീവിതമായിട്ട് ഇങ്ങനെ മല്ലടിച്ച് ഓരോ ദിവസവും ഗ്ലൂമി ആയിട്ടൊക്കെ വരും. ആ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഡ്രിങ്കിങ് ഹാബിറ്റുള്ള ആളാണ്. കുടിച്ച് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്നും അതിൻ്റെ പേരിൽ ഇങ്ങനെ വഴക്കും വക്കാണുമായിട്ട് പോവുകയാണ് ആ ടീച്ചർ. അതിനെ നോക്കി എന്നും ഞാൻ പറയുന്ന ഈ ടീച്ചർ പറയുമായിരുന്നു, ടീച്ചർ എന്ന് തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ, എന്നെക്കാൾ ഏജിൽ കുറവാണ്, പക്ഷേ ടീച്ച് ചെയ്യുന്ന ഒരാളിനെ ടീച്ചർ എന്നല്ല നമ്മൾ വിളിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളോടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, നോക്കുക ആ ടീച്ചറിൻ്റെ അവസ്ഥ. പഞ്ചാബിൽ എല്ലാ സ്ത്രീകളും നല്ല ബോൾഡാണ് പഞ്ചാബീസ് എന്ന് പറഞ്ഞാൽ. അവരിതുപോലുള്ള കഷ്ടപ്പാടുകളോ കാര്യങ്ങളോ ഒന്നും സഹിച്ച് മുന്നോട്ട് പോകുന്നവരല്ല. ഇവർക്ക് അയാളെ ഉപേക്ഷിച്ചൂടെ, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്നൊക്കെ എന്നും പറയുമായിരുന്നു. അപ്പോൾ നമ്മളും പറയുമായിരുന്നു, ശരിയാണ്. പുറത്തു നിന്ന് കാണുന്നവർക്ക് എന്ത് ഉപദേശം കൊടുക്കാനും ഒരു വിവാഹ ജീവിതത്തിൽ പെട്ടെന്ന് പൊട്ടിച്ചെറിയാൻ പറയാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ നമ്മളൊരിക്കലും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് നമ്മൾ പലതും ചിന്തിക്കുന്നത്. അല്ലേ, നമുക്കിതിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ നമ്മളെ കുടുംബം എന്ന് പറയുന്നതെല്ലാം ചിന്നിച്ചിതറി പോകുമെന്നുള്ള ഒരു മനസ്സിലുള്ള ഒരു ആശങ്ക. ഇതെല്ലാ വീട്ടമ്മമാർക്കും ഉള്ളതാണ്. അതൊരാൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. സ്ത്രീയായി ജനിച്ച ആർക്കും കുടുംബ ജീവിതത്തിലുള്ള ഏതൊരു വ്യക്തിക്കും തോന്നുന്ന ഫീലിങ്സ് തന്നെയാണ്. അപ്പം പിന്നെ അങ്ങനെ ഇരിക്കവേ കുറേ ആലോചനകൾ വന്നു. അതൊന്നും സ്യൂട്ടായില്ല. ഓരോന്നോരോന്ന് പറഞ്ഞു വിട്ടു. പിന്നീട് ലാസ്റ്റിലൊരു ആലോചന വന്നു. ഈ ഖാർഗറിൻ്റെ പരിസര പ്രദേശത്തുള്ളത് തന്നെ അന്വേഷിച്ചൊക്കെ നോക്കിയപ്പം അവർക്ക് കുഴപ്പമില്ലാത്ത ബന്ധമാണെന്ന് തോന്നി. പഞ്ചാബിയാണ്. അപ്പോൾ ഗുരുദ്വാര അവിടെ വെച്ച് ഇങ്ങനെ എല്ലാ കാര്യങ്ങളുമൊക്കെ സംസാരിച്ച് അവരങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ഓഡിറ്റോറിയമൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം. അപ്പോൾ കല്യാണം നടന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. മലേഷ്യയിലൊക്കെ ഹണിമൂൺ അങ്ങനെ പാക്കേജിനൊക്കെ പോയി ഒക്കെ വന്നു. അത് കഴിഞ്ഞ് സ്കൂളിൽ വർക്കിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ വീട്ടിലെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഫ്ലാറ്റാണ്. അതിനകത്ത് അവർക്ക് ഈ പെൺകുട്ടി ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. അവിടെ ചെന്നപ്പോൾ അവിടെ ആകെ ഉള്ളത് അമ്മ മാത്രമാണ്. അമ്മയും ഈ കുട്ടിയെ വിവാഹം കഴിച്ച പയ്യനും മാത്രമാണുള്ളത്. പയ്യൻ ബിടെക്കാണ്. പക്ഷേ അവൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അമ്മ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കുകയുള്ളൂ. അമ്മ എന്ത് പറയുന്നോ അത് മാത്രം. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ മമ്മാസ് ബോയ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് മക്കളോട് സ്നേഹമാകാം, പക്ഷേ നമ്മൾ പറയുന്നത് മാത്രമേ നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ കേൾക്കാവൂ എന്ന് പറഞ്ഞ് വളർത്തുമ്പോൾ അവർക്ക് സ്വന്തമായ ഒരു തീരുമാനങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും. എന്തിനും അമ്മയെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു ജീവിതമായി മാറും ഇവരുടെ ജീവിതം. പിന്നീട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ അമ്മയ്ക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് ഒറ്റ മകനാണ്. അതുകൊണ്ട് തന്നെ ഈ മകനെ ജോലിക്ക് വിടുന്നതോ മറ്റു കാര്യങ്ങളോ അമ്മയ്ക്ക് ഇഷ്ടമല്ല. മോന് പോകണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അമ്മയ്ക്ക് മരുമകൾ ജോലിക്ക് പോകുന്നതും ഇഷ്ടമില്ല. അവിടെ ആവശ്യത്തിന്
സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, പൈസയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമ്മയ്ക്ക് മകനെ ഒരു ജോലിക്കും വിടണ്ട. വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ വീട്ടിലിരുന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീടായപ്പോൾ അതും ഒന്നും ചെയ്യാത്ത ഒരു മകനായി മാറി. പിന്നെ അമ്മ പറയുകയാണ് ഇന്ന ഷോപ്പിൽ പോവാം, അവിടെ ഷോപ്പിങ്ങിന് പോവാം, ഇവിടെ പോവാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോവും. അതല്ലാതെ ഇവന് പ്രത്യേകിച്ച് ഇവൻ്റേതായ ഒരു വരുമാനം ആ വീട്ടിലില്ല. എന്നാൽ അവിടെ ഫിനാൻഷ്യലായിട്ട് പൈസയുള്ള വീട് തന്നെയാണ്. അവന് പൈസ എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ സ്വന്തമായൊരു ജോലി ഇല്ലാത്തപ്പോൾ അവന് സ്വന്തമായ അഭിപ്രായങ്ങളില്ല, ഒരു കാര്യങ്ങളുമില്ല. അങ്ങനെ ജോലിക്ക് പോകണ്ടെന്നായി. പിന്നെ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളായി. ഞാൻ പറഞ്ഞല്ലോ ഈ കുട്ടി കുറച്ച് ബോൾഡാണെന്നുള്ളത്. എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ എന്നുള്ളതായി. എന്തുകൊണ്ടാണ് ഈ മകൻ ജോലിക്ക് പോകാത്തതെന്ന് ചോദിച്ചു തുടങ്ങി. പിന്നെ വഴക്കായി, വക്കാണമായി, എന്നും വഴക്ക്. പിന്നെ ഈ പഞ്ചാബീസൊക്കെ നമ്മളെ കാര്യം പറഞ്ഞ പോലെ ഒരു വിവാഹം നടന്നു പോകുമ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ കൊടുക്കുന്നത് പോലെ കുറച്ച് ഗോൾഡ് അങ്ങനെയൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ ചോദിച്ചില്ലെങ്കിലും ഇവർ കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ കുട്ടിക്ക് കിട്ടിയ സ്വർണ്ണമൊക്കെ ഈ അമ്മ വാങ്ങിച്ച് ലോക്കറിനകത്ത് പൂട്ടി വെച്ച്. പിന്നെ ഇവർ ഒരു കാറും ഈ മോക്ക് കൊടുത്തായിരുന്നു. ചോദിക്കാതെ തന്നെ കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അതെല്ലാം ഈ രേഖപ്പെടുത്തുമല്ലോ. ഇവർ എവിടെ വെച്ചാണോ കല്യാണം നടത്തുന്നത്, ഈ ഗുരുദ്വാരയിൽ പോയി അതെല്ലാം രേഖപ്പെടുത്തിയിട്ടാണ് ഇവർ കൊടുക്കുന്നത്. നമ്മൾ എന്തൊക്കെ നടന്നു, എന്തൊക്കെ ഗിഫ്റ്റ്സ് കിട്ടി എല്ലാം അറിയാം. അങ്ങനെ ഇവർക്ക് നമ്മളെപ്പോലെ എല്ലാ ഞായറാഴ്ച തോറുമൊക്കെ അവരിങ്ങനെ ഗുരുദ്വാരയിൽ പോയി പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതൊരു സമിതി പോലെയാണ് ആൾക്കാരെല്ലാം. അപ്പോൾ ഈ കൊച്ചിന് ഭയങ്കര വിഷമമായി, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ശമ്പളം എന്നുള്ളത് കവിഞ്ഞ് നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി, BEd ഒക്കെ എടുത്ത് സയൻസ് ടീച്ചറാണ് കേട്ടോ, നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക. അപ്പോൾ സ്കൂളുകാരൊക്കെ എന്താ വരാത്തതെന്ന് തിരക്കുമ്പോൾ ആണ് ഈ വിവരങ്ങൾ കുറേശ്ശെയൊക്കെ ആയിട്ട് അറിയുന്നത്. പിന്നെ ഇവരെ ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല, വീട്ടിൽ വിളിച്ച് സംസാരിക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഇവരുടെ ഒരു തടങ്കലിൽ താമസിക്കേണ്ട ഒരു അവസ്ഥയായി മാറി. അപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും പിന്നെ ഫുഡൊക്കെ അവരെടുത്ത് കൊടുത്താലേ കഴിക്കാവൂ, പോയി സ്വന്തമായി എടുത്ത് കഴിക്കാനൊന്നും പാടില്ല. അങ്ങനത്തെയൊക്കെയുള്ള ഒരവസ്ഥ. ആ ഒരവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു കുട്ടിക്ക് ഒരിക്കലും ജീവിച്ചു പോകാൻ പറ്റാത്ത ദുസ്സഹമായ സാഹചര്യം. വഴക്ക് ചിലപ്പോൾ അടിയുടെ ലെവലിലൊക്കെ വരെ എത്തി. അപ്പോൾ ഈ മകനെ ചോദ്യം ചെയ്യുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അമ്മ നോക്കി നിൽക്കവേ മകനെ എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ഉടനെ അമ്മ അതിലിടപെടുന്നു. അങ്ങനെ ഭയങ്കരമായ വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമനില തെറ്റിയ ഒരവസ്ഥയായി. കാരണം ആ കുട്ടിക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ടീച്ചറിനെ നോക്കിക്കണ്ട് ഈ കുട്ടി തന്നെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു ജീവിതം അയ്യോ എന്തിനാണെന്നുള്ളത്. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇതെന്താണ് ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതല്ല, യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലായി. നമ്മൾ പറയുന്ന ജീവിതത്തിൽ നമുക്ക് പോസിറ്റിവിറ്റി വേണം, നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം ആലോചിക്കുക, നമ്മൾ കരുത്തുള്ളവരായിരിക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷേ നമുക്കൊരു 26 വയസ്സിലോ ഒരു 27 വയസ്സിലോ പോലും ആ കരുത്ത് നമുക്ക് ആർജിക്കാൻ പറ്റുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാനൊക്കെ 26 വയസ്സുള്ളപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോൾ എനിക്ക് മറ്റൊരാളെ നിങ്ങളൊന്ന് സമാധാനപ്പെടുന്നു പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് ഓരോ ഏജ് കൂടുന്തോറും ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും അതുപോലെ തന്നെ നമുക്കത് പറയാനുള്ള കഴിവും ആ ഒരു കഴിവാണത്. നമ്മൾ വർഷങ്ങൾ കൊണ്ട് ജീവിതാനുഭവങ്ങളിൽ നിന്ന് നേടിയെടുക്കുന്നതാണ് കരുത്തെന്ന് പറയുന്നത്. ഒരു ദിവസം കൊണ്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മളൊരു ജീവിതത്തിൽ നിൽക്കുമ്പോൾ ആ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരിക്കലും കരുത്താർജിച്ച് മുന്നോട്ട് പോവുക എന്ന് മറ്റൊരാൾ ഉപദേശിക്കാൻ എളുപ്പമാണ്. പക്ഷെ നമുക്കങ്ങനെ ആർജിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ കുട്ടിക്കും. പിന്നെ അവസാനം ഈ കുട്ടി പ്രഗ്നൻ്റായി. പിന്നെ ഈ കുഞ്ഞും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ജോലിക്കൊക്കെ പോകാതെ എങ്ങനെയെങ്കിലും ജീവിതമല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എങ്ങനെയും പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ലാതെ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ ടോർച്ചർ ദിവസം ചെല്ലുന്തോറും കൂടി വരുന്ന സമയത്ത് ആഹാരമില്ല. കൊച്ചിനൊരു നല്ല ആഹാരം വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞാൽ അമ്മയുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചാലേ വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഈ അമ്മയുടെ മെൻ്റൽ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മരുമകൾ വന്നു, ഇനിയിപ്പോൾ അമ്മയുടെ അടുത്തുള്ള സ്നേഹവും പരിഗണനയും ഒക്കെ കുറഞ്ഞു പോകുമോ മകനെന്നുള്ള ഒരു പേടി, ഇവർ സെപ്പറേറ്റായിട്ട് താമസിക്കാൻ പോയി കളഞ്ഞാലോ അങ്ങനെയുള്ള ഒരു പേടി, നാളെ അമ്മ ഒരു മൂലയിൽ പോയിരിക്കേണ്ട അവസ്ഥ വരുമോ എന്നുള്ള പേടി. ഒറ്റ മകനായതുകൊണ്ട് തന്നെ ലാളിച്ച് വളർത്തി. അമ്മ മകനിൽ ഡിപ്പെൻഡൻ്റാണ്, അതുപോലെ മകൻ അമ്മയിലും. ഇവർ തമ്മിൽ ഒരിക്കലും ഇവർക്ക് മാനസികമായിട്ട് അകന്ന് നിൽക്കാനോ ഒന്നിനും പറ്റുന്നില്ല. സ്നേഹം ആ ഒരു ലെവൽ വരെ എത്തി നിൽക്കുകയാണ് അമ്മയും മകനും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒറ്റ മകനൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഓരോ വിവാഹാലോചനയ്ക്ക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നന്നായിട്ട് അന്വേഷിക്കുക. കാരണം പുറത്ത് ഇവർ ഭയങ്കര ഡീസൻ്റാണ്.
അപ്പോൾ ഇവർ എത്രത്തോളം അറ്റാച്ച്ഡാണ് ഇവരെന്നുള്ളത് നമുക്കറിയുന്നില്ല. അപ്പോൾ സ്നേഹം നമ്മളെ മക്കളോട് നമുക്ക് തീർച്ചയായും ഉണ്ടാവണം. പക്ഷേ അവരുടെ ജീവിതം തകർക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹമായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കുട്ടി പിന്നെ അവസാനം ഒരു കുഞ്ഞൊക്കെ ആയപ്പോൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവർ കാണാതെ വേണം അവിടെ ഇറങ്ങാൻ. എപ്പോഴും ഇവർ രണ്ടുപേരും വീട്ടിലുണ്ടാവും. അവിടെ നിന്ന് പുറത്തോട്ട് അങ്ങനെ അവർ വിടാറുമില്ല. അപ്പോൾ ഇവൾ ഒരു ദിവസം എങ്ങനെയൊക്കെയോ ഒരു അവസരം കിട്ടിയപ്പോൾ ഗേറ്റിൻ്റെ പുറത്ത് കടന്ന് പിന്നെ കുഞ്ഞിനെയും കൊണ്ട് എന്തെന്നില്ലാതെ ഇങ്ങനെ ഇത്രയും പൈസയുള്ള വീട്ടിലുള്ളത്, ഇത്രയും സാമ്പത്തികമുള്ള ആൾ ഒന്നും എടുക്കാതെ കൊച്ചിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ബോംബെ ആ ഈ തിരക്കേറിയ സ്ട്രീറ്റിൽ കൂടെ അവളെ കയ്യിൽ ഒരു 10 പൈസയില്ല, ഫോൺ പോലും എടുത്തില്ല. എന്ന് ഫോൺ അവർ കൊടുക്കില്ലല്ലോ. അപ്പോൾ അതുപോലും എടുക്കാതെ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്ന പോലെ നടക്കുകയാണ്. അങ്ങനെ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി, ഒരു പാലം. അവിടെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന 2-3 ആൾക്കാർ വാച്ച് ചെയ്തിട്ട് ഏതാണ് റിക്ഷക്കാർ കേട്ടോ. അപ്പോൾ അവർ വന്ന് തിരക്കിയപ്പോഴത്തേക്ക് അവൾ കാര്യം പറഞ്ഞു. അവരാണ് പിന്നീട് വീട്ടിൽ വിളിച്ച് അറിയിക്കുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയുണ്ട്, അച്ഛനും അമ്മയും ഒരു ബ്രദറും ഇവിടെ ഉണ്ടായിരുന്നു. അവർ വന്ന് ഈ കുട്ടിയെ അവിടെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ കുറേ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് മാനസികമായിട്ടൊന്ന് പിക്കപ്പാക്കി എടുത്തതിന് ശേഷം അവർ ഈ ബന്ധത്തിന് വേർപിരിയാൻ കൊടുത്തപ്പോൾ ഈ പയ്യൻ ഒരിക്കലും ഡിവോഴ്സ് കൊടുക്കില്ല. കാരണം ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് അതും കൊടുക്കുന്നില്ല. ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണ്ട, ഞങ്ങൾക്ക് ഡിവോഴ്സ് മതി എന്ന് പറഞ്ഞ് ഇവർ അവസാനം അത് ഡിവോഴ്സ് വാങ്ങി. ആ കുട്ടി പിന്നെ 1 വർഷം ഈ ഭയങ്കരമായ മാനസിക വിഷമം, പഠിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ പുറത്തോട്ടിറങ്ങണമെന്നോ ഒന്നുമില്ലാതെ കുറേശ്ശെ പുറത്ത് വന്ന് പിന്നീട് ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു. ദിവസങ്ങളെടുത്തു അതിൽ നിന്നൊന്ന് റിന്യൂ ആയി വരാനായിട്ട്. ഇപ്പോൾ ഈ അച്ഛനും അമ്മയും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാനസികമായിട്ട്. ഒരു മോളല്ലേ ഉള്ളൂ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിവോഴ്സ് വാങ്ങി നഷ്ടപരിഹാരം ഒന്നും വാങ്ങാതെ ഇവർ കൊടുത്ത സ്വർണവും പിന്നെ ഈ കാറും ഒക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അത് തിരിച്ചെങ്ങനെയെങ്കിലും വാങ്ങി പിന്നെ അത് ബന്ധം ഇല്ലാതാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ അമ്മ അമിതമായി സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അമ്മയുടെ വാക്കുകൾ മാത്രം അനുസരിക്കുന്ന ഒരു മകനെ നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അമ്മ സ്നേഹിക്കണം, മകനും അമ്മയെ സ്നേഹിക്കണം. അമ്മയ്ക്ക് അമ്മയുടെ ഒരു സ്ഥാനവും വൈഫിൻ്റെ ഒരു സ്ഥാനവും കൊടുക്കാനുള്ള ആ ഒരു ഒരു തിരിച്ചറിവ്, അതില്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ വിവാഹം കഴിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ മക്കളെ നമ്മൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഈ ഒരു ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചു. അതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഏതെങ്കിലും ഒരു വീട്ടമ്മയ്ക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഷെയർ ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റുകളായി പിന്നെ നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. ഒപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും സ്നേഹവും അതുപോലെ തന്നെ താങ്ക്സും അറിയിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ മറ്റൊരു ജീവിതാനുഭവമായി വരാം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.